ഹായ് ഗായ്സ് ഗലിബ്രോ ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 11th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്താൻ പോകുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് 6 മത്സരാർത്ഥികളാണ്. ഈ 6 മത്സരാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്താൽ മാത്രമേ ആ മത്സരാർത്ഥിക്ക് ആ വോട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റ് ആണെന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണെന്നും വോട്ട് ചെയ്യുന്നതും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരുമണിക്കൂറിലെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റുകൾക്കും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സന്ദർശിക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാവിലെ 7 മണി വരെ വോട്ടിംഗ് സെറ്റിൽ 1ാം പൊസിഷൻ അത് നൂറ തന്നെ തുടരുകയാണ്. വോട്ടിങ്ങിന്റെ തുടക്കത്തിലെ 1ാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുന്ന മത്സരാർത്ഥിയാണ് നൂറ. ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. 9211 വോട്ട് നേടി 1ാം പൊസിഷനിൽ തന്നെ തുടരാൻ സാധിച്ചിട്ടുണ്ട്. 2ാം പൊസിഷനിൽ ഷാനവാസ് കയറിവെന്നാണ് ഏറ്റവും വലിയൊരു അട്ടിമറി. നേരത്തെ 3ാം പൊസിഷനിൽ പോയിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ 2ാം പൊസിഷനിലേക്ക് കയറി വന്നിട്ട് ഇപ്പോൾ 8790 വോട്ട് നേടി 2ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ് ഷാനവാസ്. 3ാം പൊസിഷനിൽ ആര്യൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ആര്യൻ ഒന്ന് പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 8708 വോട്ട് നേടി ഷാനവാസുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച പോരാട്ടത്തിലേക്കാണ് ആര്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 4ാം പൊസിഷനിൽ ലക്ഷ്മി കയറി വന്നിരിക്കുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനം നടത്തിയിരിക്കുകയാണ് ലക്ഷ്മി. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 4ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 8500 വോട്ട് നേടിയാണ് തൻ്റെ 4ാം പൊസിഷൻ തിരിച്ചു പിടിച്ചത്. 5ാം പൊസിഷനിൽ അക്ബർ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അക്ബറിന് നേരത്തെ നല്ലൊരു മുന്നേറ്റം ഉണ്ടെങ്കിൽ കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് പണി പാളി പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് വീണിരിക്കുന്നത്. 8455 വോട്ടാണ് നേടിയാണ് 5ാം പൊസിഷനിലുള്ളത്. 6ാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഒരു ഘട്ടത്തിലും മുന്നിലേക്ക് വരാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് ഇപ്പോൾ നെവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെവിന് ഈ ആഴ്ചയിൽ പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 8025 വോട്ട് നേടി 6ാം പൊസിഷനാണുള്ളത്.